പറഞ്ഞു, മമ്മൂട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരനാണ്. തീർന്ന് ആമ്പിള്ളാർ കെട്ടിക്കൊണ്ടുവന്ന പിന്നെ അമ്മായിയമ്മമാരുടെ ശല്യം നിങ്ങൾക്കറിയാം. ഞാനങ്ങനെ ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കും ഈ സോഷ്യൽ വിസിറ്റ്സ് അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സിൻ്റെ വീടുകൾ ഇത് അങ്ങനെയൊന്നും അധികം പോകുന്ന ആളല്ല. പണ്ടും അതെ. സുഖമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തും നമ്മുടെ ജോലി പിള്ളേരെയൊക്കെ നോക്കി നന്നായിട്ട് പഠിക്കണം, കുഞ്ഞുങ്ങളുടെ പഠിത്തം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരു പ്രവണതയായിരുന്നു. എങ്കിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോയിട്ടുള്ള ഒരു അമ്മ എന്ന നിലയിൽ എനിക്കൊരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു സുദിനത്തിൽ ഇവിടെ വരാനും ഐശ്വര്യപൂർണമായ ഈ അന്തരീക്ഷത്തിൽ ഇന്നത്തെ ഈ സാംസ്കാരിക പരിപാടി വൈക്കാട്ടപ്പൻ്റെ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് ഈ വിളക്ക് തെളിയിക്കാനും ഒരവസരം തന്നതിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള നിസ്സീമമായ നന്ദി ഞാൻ ഓരോരുത്തരോടും രേഖപ്പെടുത്തുകയാണ്. ഞാനിതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമാണ് വരുന്നത്. പക്ഷേ എറണാകുളത്തപ്പൻ മുതലൊക്കെ ഒരു 2-3 ശിവക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ഇക്കൊല്ലം ഞാൻ നന്ദകുമാർ സാറിനോട് പറഞ്ഞു, തുടരെയായിട്ട് ശിവക്ഷേത്രങ്ങളിലാണ് എനിക്കിപ്പോൾ ചില ഉദ്ഘാടനങ്ങൾക്ക് അവസരം കിട്ടി തൊഴാനുള്ള അവസരം വരുന്നു, കലാശ്രേഷ്ഠ പുരസ്കാരങ്ങൾ കിട്ടുന്നു. ശംഭോ മഹാദേവ, ഇതെല്ലാം ഭഗവാൻ തരുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞ ഈ ഇടയ്ക്ക് വെഞ്ഞാറമൂട് മാണിക്കൂട് ശിവക്ഷേത്രത്തിൽ പോയി, തത്തിയൂർ എന്ന് പറഞ്ഞ നെയ്യാറ്റിക്കരയ്ക്ക് എടുത്തൊരു അമ്പലത്തിൽ പോയി. ഇപ്പോൾ അടുത്ത വേറെ എണ്ണമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതുവരെ വരാത്ത ഇത്രയും വലിയ, എനിക്ക് അമ്പലത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. പ്രിയങ്കയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഈ തൈക്കാട്ടപ്പനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് അയ്യോ ഒന്ന് പോകണമല്ലോ ഈശ്വര ഭഗവാനെ എനിക്ക് തോന്നിയതുമൊക്കെ. അപ്പോൾ ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അവസരം വന്നു. അത് നന്ദകുമാർ സാർ വളരെ സ്നേഹത്തോടുകൂടി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായ സന്തോഷം, ഞാൻ പോകണം, തൊഴണം, മഹാദേവനെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു അമ്പലത്തിൽ വരാനായിട്ട് ദൈവമായിട്ട് ഒരു അവസരം കൊണ്ട് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാനെൻ്റെ ചരിത്രങ്ങളൊക്കെ വായിച്ചു. ഇങ്ങനെ കിരാതമൂർത്തി ഭാവത്തിലാണ് മഹാദേവൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഉള്ളതെന്നും ഒരു പുനരുദ്ധാരണം നന്ദകുമാർ സാറിൻ്റെ ആത്മാർത്ഥമായ ഉത്സാഹത്തിലും പ്രയത്നത്തിലും സഹകരണത്തിലും ഇവിടെ നടന്നതും ഇതെല്ലാ കാര്യങ്ങളും ഞാൻ വായിച്ചും കേട്ടും മനസ്സിലാക്കി. ഒരു നാട്ടിൽ ഒരു ക്ഷേത്രം വരിക, അതിലെ വിശ്വാസികൾക്ക് തൊഴാനുള്ള ഒരവസരം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ആണ്ടിലൊരിക്കലും ഉത്സവം നടത്താൻ മാത്രമല്ല. എൻ്റെ ജീവിത അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കുണ്ടായ ദുഃഖങ്ങളെക്കുറിച്ച് ഞാൻ പരസ്യമായിട്ട് ആരോടും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഒരു സമാധാനത്തിൻ്റെ പാതയിലൂടെ എന്നെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ദൈവീകമായ ഒരു ശക്തി ഉണ്ടായിരുന്നത്. എനിക്ക് ആരും ശത്രുക്കളില്ല, അത് ജീവിതത്തിലുമില്ല, സിനിമയിലുമില്ല. പിന്നെ രാഷ്ട്രീയവും സിനിമയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ എവിടെയൊക്കെ ചെറിയ ചെറിയ സ്വാരസ്യങ്ങളും അവസരങ്ങളും ഒക്കെ കേൾക്കും. അതൊന്നും ഒരു വ്യക്തിപരമായ വിരോധങ്ങൾ കൊണ്ടല്ല. അതെന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ സൗന്ദര്യപ്പടക്കം ഭാര്യ ഭർത്താവ് കൂടെ വീട്ടിൽ ചെയ്ത് നടക്കുന്നത് പോലെയുള്ള കൊച്ചു പടക്കങ്ങളായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ വെറുതെ വാക്സാമർഥ്യം തെളിയിക്കുന്ന വാദപ്രതിവാദങ്ങളായിട്ട് കാണുക, അതിലൊന്നും യാതൊരു കാര്യവുമില്ല. അവസാനം വരുമ്പോൾ നമ്മുടെ ചോറെന്തോ അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അതിനുവേണ്ടി 100% ആത്മാർത്ഥതയോടുകൂടി കഷ്ടപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കൂടെ കൈപിടിക്കാൻ സർവേശ്വരൻ ഉണ്ടാവും. ഇത് ഞാൻ പഠിച്ച പാഠമാണ്. എൻ്റെ സുഖേട്ടൻ്റെ കൂടെ ഞാൻ ജീവിതം തുടങ്ങുമ്പോൾ എന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ, 2 ആൺമക്കളാണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വിചാരിക്കുമോ തീർന്ന് ആമ്പിള്ളാർ കെട്ടിക്കൊണ്ടുവന്ന പിന്നെ അമ്മായിയമ്മമാരുടെ ശല്യം അതൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടുപുറത്തൊക്കെ. അതൊക്കെ പണ്ടാണ്. ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ അവർ 2 പെൺമക്കളെ കിട്ടി, അവരവരുടെ ജീവിതമായി, നമ്മൾ നമ്മുടെ ജീവിതമായി സന്തോഷമായിട്ട് പോവുക. ആവശ്യത്തിന് ഇടപെടാമെന്നല്ലാതെ അനാവശ്യത്തിന് മക്കളുടെ കുടുംബമായാലും കയറി കിടന്ന് വരവാതിരിക്കുക. അതാണ് അമ്മായിയമ്മമാർ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഏതായാലും അങ്ങനെ ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. അദ്ദേഹം പറഞ്ഞ പോലെ ഇത്ര സമയത്തിനുള്ളിൽ ഈ കലാപരിപാടികളൊക്കെ നിർത്തണം. എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷിക്കുകയും എന്തോ
മഹാദേവന് നടയിൽ നിന്ന് തൊഴുതപ്പോൾ വാസുദേവന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഈശ്വര എൻ്റെ കാലിലെ ഇടം ഇപ്പോൾ ഒരുപാട് മാറി കേട്ടോ. കഴിഞ്ഞ വർഷം ഞാനൊരു 3-4 മാസം അഭിനയിച്ചൊന്നും പോകാതെ അങ്ങനെയാണ് ഈ സൂസു എന്ന് പറഞ്ഞ സീരിയൽ ഇടയ്ക്കൊന്ന് നിന്നത്. സുഹാസിനിയും സുരഭിയും അത് 2ാമത് തുടങ്ങി. ഇനിയിപ്പോൾ വീണ്ടും അത് മാർച്ച് 3ാം ഭാഗം തുടങ്ങും. അതൊക്കെ തുടങ്ങാൻ കാരണം ഞാൻ വീണ്ടും നടക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതും സർവേശ്വരൻ്റെ അനുഗ്രഹം. അപ്പോൾ ഞാൻ പോകുന്ന ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാരൂപത്തിൽ ഭഗവാന്മാരും സർവേശ്വരിമാരും ഒക്കെ ഇരിപ്പുണ്ടെങ്കിലും ഞാൻ സംസാരിക്കാറുണ്ട് അവരോടൊക്കെ. എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വ്യക്തിപരമായ വേദനകൾ, അല്ലാതെയുള്ള പ്രയാസങ്ങൾ. എന്തിനാണ് ഭഗവാനെ ഈ തമ്മിൽ തെല്ലും സ്പർദ്ധയും വൈരാഗ്യവും പരദൂഷണമൊക്കെ? ആർക്കെന്ത് പ്രയോജനം? എല്ലാവരും അവസാനം പോകുന്നത് 6 അടി കൊണ്ടയിലാണ്. അത്രയും കാലമെങ്കിലും നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. അത് വാസ്തവത്തിൽ എൻ്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. വലിയ സഹായങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് പേര് എന്നെ വന്ന് കണ്ട് സങ്കടങ്ങൾ പറയാറുണ്ട്. മക്കളുടെ പഠിത്തം, ഭർത്താവിന് ജോലിയില്ല, അതില്ല, ഇതില്ല. അണ്ണാൻ കുഞ്ഞിലും തന്നാലായെന്ന് പറഞ്ഞാലും കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യാറുണ്ട്. അതെല്ലാം സർവേശ്വരൻ എങ്ങനെയൊക്കെയോ നടത്തിക്കൊണ്ട് പോകുന്നു. അതുകൊണ്ട് ഇത്രയും പ്രസിദ്ധമായ ഇപ്പോൾ വലിയ മുഖ്യക്ഷേത്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച ഈ ക്ഷേത്രത്തിൽ ഈ ശിവരാത്രി മഹോത്സവം, തിരുവുത്സവം കൊണ്ടാടാൻ തുടങ്ങുന്ന ദിവസം ഇവിടെ വന്ന് ഈ വിളക്ക് കത്തിക്കാനും നിങ്ങളോടൊപ്പം ഭഗവാനെ വിളിക്കാനും ഒക്കെയുള്ളൊരു അവസരം കിട്ടിയതിന് ഞാൻ സർവേശ്വരനോട് തന്നെ ആദ്യം നന്ദി പറയുന്നു. ഒപ്പം ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും പിന്നെ എന്നെയും എൻ്റെ മക്കളെയും എപ്പോഴും എന്നും സ്നേഹിക്കുന്ന ഈ കലാഹൃദയമുള്ള കേരളത്തിലെ ഒരുപാട് ജനങ്ങളോടും എനിക്ക് കടപ്പാടുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം തന്നെ പറഞ്ഞു. മമ്മൂട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരനാണ്. ഏത് വിഷമഘട്ടത്തിലും അദ്ദേഹം ഒരു സ്വന്തം അനിയനെ പോലെ നിൽക്കാറുണ്ട്. എന്നോടിയുടെ പറഞ്ഞു അനിയനല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെയാണ് അദ്ദേഹം. സത്യമാണ് ഈ പറഞ്ഞതൊക്കെ. സ്ഫോടനം മുതൽ അവരൊന്നിച്ചാണ്. അദ്ദേഹം മാത്രമേ ഉള്ളൂ തുറന്ന് ആത്മകഥയിൽ എഴുതിയത് സുവർണോടുള്ള ഒരുപാട് കടപ്പാടും ആത്മാർത്ഥതയും അടുപ്പമൊക്കെ. അതൊരു ഭാഗത്ത്. അങ്ങനെ ഒരുപാട് പേരുണ്ട് സിനിമയിൽ. ആർക്കും സുവർണനോടോ ഞങ്ങളോടോ മക്കളോടോ ഒന്നും ഒരു വിരോധമില്ല. ഞാനീ പറഞ്ഞ പോലെ അവിടെ ചില അവസരങ്ങൾ വരാറുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയത്തിലില്ലേ, സിനിമയിൽ മാത്രമല്ലല്ലോ, സാംസ്കാരിക രംഗത്തായാലും ശാസ്ത്ര രംഗത്തായാലും സാഹിത്യ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും അങ്ങനെയുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. 50% ശരിയായിരിക്കാം, ചിലപ്പോൾ 50% തെറ്റായിരിക്കാം. പക്ഷെ അതൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ കളയുക, അതാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി. ഒരിക്കൽ കൂടി ഞാൻ ഈ സന്നിധാനത്ത് അല്ലെങ്കിൽ ഈ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് നിന്നുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നു, ഇനിയുള്ള ഉത്സവങ്ങളിൽ കാലൊക്കെ പൂർണ്ണമായിട്ട് ശരിയായിട്ട് ഒരു ദിവസം ഞാൻ വെറുതെ തൊഴാൻ വരും. ഉത്സവം ഇല്ലെങ്കിലും അല്ലെങ്കിലും നന്ദകുമാർസനോട് അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭഗവാന് വേണ്ടി ഇവിടെ നടത്തുമ്പോൾ ഈ ചേച്ചിയെ കൂടെ എപ്പോഴും ഓർക്കുക. നന്ദി, നമസ്കാരം. നന്ദി. ശ്രീമതി മല്ലിക സുകുമാരൻ വിശിഷ്ടാതിഥിക്കുള്ള ഉപഹാര സമർപ്പണത്തിനായി ട്രസ്റ്റ് ചെയർമാൻ ശ്രീ